അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം വലിയ വിവാദമുണ്ടായ ഒരു സംഭവം. 2019 സുപ്രീം കോടതി വിധി അനുസരിച്ച് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കണം. അതിന് തൊട്ടടുത്തായിട്ട് മസ്ജിദ് നിർമ്മിക്കാനുള്ള അനുമതി നൽകി. രാമക്ഷേത്രം ഇവിടെ നിർമ്മിച്ചു കഴിഞ്ഞു. ലോകത്തെമ്പാടുമുള്ള ആളുകൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ സന്ദർശിക്കുന്ന പ്രധാന കേന്ദ്രങ്ങളിലൊന്നായിട്ട് അത് മാറുകയും ചെയ്തു. വലിയ വരുമാനമൊക്കെ കിട്ടുകയൊക്കെ ചെയ്തു. പക്ഷേ ഈ പള്ളിയുടെ കാര്യം മാത്രം മുന്നോട്ട് നീങ്ങുന്നതായിട്ട് കേട്ടുന്നില്ല. അല്ലെങ്കിൽ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ മാധ്യമങ്ങളൊന്നും തന്നെ ചർച്ച ചെയ്യുന്നില്ല. എന്തെങ്കിലും പിന്നിലൊരു കാരണം ഉണ്ടാവില്ലേ? ആ കാരണം വളരെ സിമ്പിളാണ്. സത്യത്തിൽ ഈ ബാബരി മസ്ജിദ് തകരുന്നത് വരെ ആ പള്ളി എല്ലാവർക്കും വേണമായിരുന്നു. ആ പ്രശ്നം ഇന്ത്യയിലെ പരമോന്നത നീതിപീഠത്തിന്റെ ഒരു വിധിയിലൂടെ തീർന്നപ്പോൾ ഇപ്പോൾ പള്ളിക്കാരുമില്ല, പള്ളി ഏറ്റെടുക്കാൻ ആളുമില്ല. അതാണ് സ്ഥിതി. ഇന്നത്തെ ഒരു വാർത്തയുണ്ട് ബാബരി മസ്ജിദുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത. എന്താണെന്ന് വെച്ചാൽ സംഭവം അറിയാലോ, 2019 കോടതി വിധി. അതെ, കോടതി വിധി വളരെ സ്ട്രെയിറ്റ് ആണ്. ഇത് തർക്ക പ്രദേശമാണ്. നൂറ്റാണ്ടുകളായിട്ട് തർക്കം നിലനിൽക്കുന്ന പ്രശ്നമാണ്. പക്ഷേ തർക്കത്തിൻ്റെ പരിഹാരമേ ഉള്ളൂ. കോടതി പറഞ്ഞത് അതിൻ്റെ ആധാരം തേടിപ്പോയാലും അതിൻ്റെ അടിയിൽ മണ്ണ് കുഴിച്ചു നോക്കിയപ്പോൾ കിട്ടിയ ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ എടുത്താലും ഒന്നും പ്രശ്നം തീരൂല. പ്രശ്നം എങ്ങനെ തീരുള്ളൂ? ഇതിനകത്തെ വിശ്വാസത്തെ ബഹുമാനിക്കുക. വിശ്വാസം എന്താ? ശ്രീരാമൻ്റെ ജന്മഭൂമിയാണ് രാമക്ഷേത്രം അയോധ്യയിലുള്ളത്. അവിടെയാണ് പണ്ട് ഒരു പള്ളി പണിതത് എന്ന് രാമക്ഷേത്രം ഒരു ക്ഷേത്രം തകർത്തിട്ടാണ് എന്ന് വിശ്വാസമുണ്ട്. ഇനി തകർത്തിട്ടായാലും അല്ലെങ്കിലും ശ്രീരാമ ജന്മഭൂമി അവിടെയാണ് എന്നുള്ള വിശ്വാസമുണ്ട്. ശ്രീരാമന്റെ ജന്മഭൂമിയിലാണ് എന്തായാലും ഒരു ക്ഷേത്രം നിർമ്മിക്കേണ്ടത്. അവിടെ ക്ഷേത്രം നിർമ്മിക്കുന്നതാണ് നീതി. പകരം പള്ളി ബാബർ നിർമ്മിച്ചു എന്നതുകൊണ്ട്, ബാബർ എന്ന ചക്രവർത്തി നിർമ്മിച്ചു എന്നതുകൊണ്ട് ബാബറിന്റെ പേരിൽ അറിയപ്പെട്ടതാണ്. അല്ലാതെ ബാബറും ആ സ്ഥലവും തമ്മിലൊരു ബന്ധവുമില്ല. അവിടെ അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്കൊരു പള്ളി വേണം. അത് ലോകോത്തരമായ നല്ല പള്ളി തന്നെ ആയിക്കൊള്ളട്ടെ. പക്ഷെ അത് ഈ സ്പോട്ടിൽ തന്നെ വേണമെന്നില്ല. തൊട്ടപ്പുറത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ രാമക്ഷേത്രം വികസിപ്പിക്കുമ്പോൾ അത് തൊട്ടടുത്ത് പള്ളി നിർമ്മിക്കുകയും വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഏതാണ്ട് 22 കിലോമീറ്റർ അപ്പുറത്ത് അയോധ്യ ജില്ലയിൽ തന്നെ ബന്ദിപ്പൂർ എന്ന പ്രദേശത്ത് ഒരു മനോഹരമായ വലിയ പള്ളി നിർമ്മിക്കാനുള്ള സൗകര്യങ്ങൾ, ഭൂമി കൊടുക്കണം. സർക്കാരിനാണ് ഉത്തരവിട്ടത്. UP ഗവൺമെന്റ് തന്നെ 5 ഏക്കർ ഭൂമി കൊടുത്തു. ആലോചിച്ചു, ഒരു പള്ളിക്ക് 5 ഏക്കർ ഭൂമി പള്ളി കൊടുത്തു. എന്നാണ് 2019 വിധി വന്നു. ഉടൻ തന്നെ ഭൂമി കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തു. പള്ളി നിർമ്മിക്കാൻ വേണ്ടി ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി. അതിൻ്റെ പേര് ഇൻഡോ ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷൻ എന്നോ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി. ഒരു ഫാറൂഖി മറ്റോണ് അതിൻ്റെ ചെയർമാൻ. ബാബരി മസ്ജിദിൻ്റെ കേസ് അവസാനിപ്പിച്ചു. ബാബരി മസ്ജിദിന് വേണ്ടി കോടതിയിൽ പോയ ഇക്ബാൽ അൻസാരി എന്ന വലിയ മനുഷ്യൻ ഈ രാമക്ഷേത്രത്തിന്റെ ശിലാന്യാസം നടക്കുമ്പോൾ, ശിലാന്യാസമല്ല, എന്താ പറയുക, ശിലാപൂജ നടക്കുമ്പോൾ അദ്ദേഹത്തെ അവിടെ ആദരിച്ചു. അങ്ങനെ ഒരു വലിയ സൗഹാർദ്ദം വന്നു. അയോധ്യയിൽ സമാധാനം വന്നു. അയോധ്യ നഗരം വലിയ തോതിൽ വികസിച്ചു. ലോകമെങ്ങുള്ള ടൂറിസ്റ്റുകൾക്ക് പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി. അയോധ്യയിലെ മുസ്ലിങ്ങൾക്ക് ഉപജീവനത്തിന്റെ മാർഗമായി. അവർ ഈ മുദ്രാവാക്യം വിളിയും കോലാഹലവും ഒക്കെ നിർത്തിയിട്ട് അവർ സമാധാനത്തോടെ ജീവിക്കാൻ തുടങ്ങി. അയോധ്യ രക്ഷപ്പെട്ടു. എന്നാൽ ഈ പള്ളിയോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ബാബരി മസ്ജിദ് എന്തുകൊണ്ട് തർക്കഭൂമിയായി എന്നുള്ളതിന് അന്ന് തന്നെ സത്യസന്ധമായി ഉത്തരം പറഞ്ഞൊരു കാര്യമുണ്ട്. ബാബരി മസ്ജിദ് ആൾമോസ്റ്റ് അബാൻഡൻഡ് ആയിരുന്നു. എന്ന് വെച്ചാൽ ആർക്കും വേണ്ടാതെ ഉപേക്ഷിക്കപ്പെട്ടൊരു പള്ളിയായിരുന്നു. എത്രയോ കാലമായിട്ട് ആ പള്ളിയിലേക്ക് ആരും ചെല്ലാറില്ല. എന്തുകൊണ്ട്? ഒരു കാരണം എന്നറിയോ? ഫൈസാബാദ് എന്ന നഗരത്തിൽ, അയോധ്യ എന്ന് നമ്മൾ വിളിക്കുന്ന നഗരത്തിൽ മാത്രം ഏതാണ്ട് 60ഓളം പള്ളികൾ അന്നുണ്ട് ഇന്നുമുണ്ട്. ഇനി അവിടെ ഈ ഒരു പള്ളി തന്നെ ബലം പിടിച്ച് നിൽക്കേണ്ടിയിരുന്നില്ല. പക്ഷേ ആ പള്ളിക്ക് വേണ്ടി ബലം പിടിച്ചത് എന്താണ്? രാഷ്ട്രീയമായ വാശിയായിരുന്നു. വർഗീയമായി മനുഷ്യരെ ഭിന്നിപ്പിക്കാനുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു. അവിടെ ഉത്ഖനനം നടത്തിയപ്പോഴാണല്ലോ, ഓർമ്മയില്ലേ, KK മുഹമ്മദ് സാറ് നേരിട്ട് സാക്ഷ്യപ്പെടുത്തിയതും അദ്ദേഹം എഴുതിയതുമാണ് ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ. അന്ന് ഈ ബാബരി മസ്ജിദ് ആക്ഷൻ കമ്മിറ്റി നയിച്ചുകൊണ്ടിരുന്ന വലിയ മുസ്ലിം നേതാക്കളെ ഇദ്ദേഹം പോയി കണ്ടു പറഞ്ഞു, സാർ, ഇതൊരു മേശയ്ക്ക് ചുറ്റും തീർക്കണം, തെരുവിലേക്ക് എടുക്കരുത്, കോടതി പോയ രക്ഷ ഉണ്ടാവില്ല. കാരണം ഇത് അവിടെ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഒരു ക്ഷേത്രം തകർത്തിട്ടാണോ അവിടെ പള്ളി നിർമ്മിച്ചത് എന്ന് ഉത്ഖനനം നടത്തി കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് വേറെ ഒന്നും സത്യമേ പറയാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഓരോ കൊത്ത് മണ്ണ് കിളക്കുമ്പോഴും അവിടെ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് അത് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നിട്ട് തൊട്ടടുത്ത് അത് രമ്യമായി ഹിന്ദുവും മുസൽമാനും പരസ്പരം തീർക്കേണ്ട കാര്യമേ ഉള്ളൂ, തെരുവിലേക്ക് എടുക്കേണ്ടെന്ന് പറഞ്ഞാണ്. കേട്ടില്ല. അന്ന് സയ്യിദ് ഷഹാബുദ്ദീൻ MP ആണ്. അദ്ദേഹം പറഞ്ഞു അത്രേ, മിസ്റ്റർ മുഹമ്മദ്, യു ആർ ടു ലേറ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, കഴിഞ്ഞുപോയി, കാലം തിരിച്ചു നടക്കാനാവാത്ത ദൂരത്തേക്ക് ഞങ്ങൾ ഈ ആളുകളെ ഹാലിളക്കി കൊണ്ടുപോയി എന്നതിൻ്റെ അർത്ഥം. ഇപ്പൊ സ്ഥിതി എന്താ?
അപ്പോൾ അവിടെ പള്ളി ഇല്ലാത്തതുകൊണ്ടല്ല ബാബരി മസ്ജിദിന്റെ തർക്കം. ഇപ്പൊ സ്ഥിതി എന്താ? ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടു. പിന്നെ അതായിരുന്നു പ്രശ്നം, ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടു. ശരിയാണ്, പ്രക്ഷുബ്ധമായ ഒരു ആൾക്കൂട്ടം വന്നാൽ എന്തും സംഭവിക്കാമല്ലോ. ഇപ്പോൾ അന്ന് അദ്വാനിയും കൂട്ടരും ഒക്കെ അയ്യേ അരുതേ എന്ന് പറഞ്ഞിട്ടും കേൾക്കില്ല. ആള് നമ്മൾ ഈ ദുർഭൂതത്തിന് ഒരു പ്രശ്നമുണ്ട്. ആളുകളെ ആർത്തലച്ച് ആവേശം കൊള്ളിച്ച് വിട്ടാൽ അവരെ എവിടെയും ആരുടെ പിടിയിലും നിൽക്കൂല. കാരണം പോകാൻ പറഞ്ഞാലും പിന്നെ നിൽക്കൂല. അതാണ് എന്റെ പ്രശ്നം. ഇപ്പൊ എന്താ സ്ഥിതി? ബാബരി മസ്ജിദിന് സ്ഥലം കിട്ടി, UP ഗവൺമെന്റ് കൊടുത്തു. 5 ഏക്കർ ഭൂമി കിട്ടി ബന്ദിപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ആ പള്ളിക്ക് പേരിട്ടു. ഇനി മുതൽ നമുക്ക് അത് നല്ല തീരുമാനം. ആദ്യത്തെ തീരുമാനം എന്താ? ആദ്യത്തെ ഏറ്റവും മനോഹരമായ തീരുമാനം, ആ പള്ളിക്ക് ഇന്ത്യ ഭരിച്ച ഒരു ചക്രവർത്തിയുടെയും പേരിടണ്ട. രാജാക്കന്മാരുടെ പേരല്ല പള്ളിക്കിടേണ്ടത്, പ്രവാചകന്റെ പേരിട്ടു. മുഹമ്മദ് ബിൻ അബ്ദുള്ള മസ്ജിദ് എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ പിതാവിന്റെ പേര് അബ്ദുള്ളയാണ്. മുഹമ്മദ് ബിൻ അബ്ദുള്ളാന്റെ പുത്രൻ മുഹമ്മദിന്റെ പേരിലാണ് ആ പള്ളി. സന്തോഷം, ലോകത്തിലെ ഏത് മുസൽമാനും വന്ന് നിസ്കരിക്കാവുന്ന പള്ളിയാണ്. പേരിട്ടു. രണ്ടാമത് 2021 2019 ഈ നടപടികളൊക്കെ പൂർത്തിയാക്കി 2020 ആയപ്പോൾ ഏതാണ്ട് ധാരണയായി, പള്ളിക്ക് തറക്കല്ലിട്ടു. പള്ളിക്ക് ഇനി അപ്പോഴേക്ക് പള്ളിക്കൊരു സ്കെച്ച് ഉണ്ടാക്കി. അത് മനോഹരമായ സ്കെച്ചാണ്. കാരണം 5 ഏക്കർ ഭൂമിയുണ്ട്. അപ്പോൾ രാമക്ഷേത്രം പോലെ തന്നെ അത് ഒരു വെറും പള്ളിയാക്കേണ്ട കാര്യം, നിസ്കരിക്കാൻ വേണ്ടി മാത്രം 5 ഏക്കർ ഭൂമിയും ഉണ്ടല്ലോ. അപ്പോൾ അവിടെ വളരെ വലിയൊരു ഡിസൈൻ ഉണ്ടാക്കി. ഒരു ഇമ്രാൻ ഷെയ്ഖ് എന്ന് പറഞ്ഞൊരു ആർക്കിടെക്റ്റ് മനോഹരമായ പള്ളിയുടെ ഒരു വലിയ ഡോംബ്, 5 മിനാരങ്ങൾ, പള്ളിയുടെ മിനാരങ്ങൾ അറിയില്ലേ, വലിയ മിനാരങ്ങൾ, മനോഹരമായൊരു നിർമ്മിതി. അതിനുള്ളിൽ ഏതാണ്ട് 500 കിടക്കകളുള്ള ഒരു ആശുപത്രി. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആർക്ക് വന്നാലും സർവ്വമതസ്ഥർക്കും ചികിത്സ കൊടുക്കുന്ന ഒരു ആശുപത്രി, സർവ്വമതങ്ങളെയും കുറിച്ച് പഠിക്കാവുന്ന ഒരു ലൈബ്രറി, അതുപോലെ തന്നെ ഇന്ത്യയുടെ കൾച്ചർ പ്രദർശിപ്പിക്കുന്ന ഒരു മ്യൂസിയം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിട്ട് പ്ലസ് മനോഹരമായൊരു പള്ളി, ഇതെല്ലാം കൂടി ചേർന്നിട്ട് വലിയൊരു പ്രോജക്റ്റാണ്. അപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റ് ഏതാണ്ട് 300 കോടി വരും. അതിൽ ഈ മനോഹരമായി നിർമ്മിക്കുന്ന പള്ളിക്ക് മാത്രം 65 കോടി വരും. മൊത്തം 300 കോടി വേണം. അങ്ങനെയാണ് ഡിസൈൻ ഉണ്ടാക്കി. എന്തായാലും അപ്പോൾ തീരുമാനിച്ച് എവിടുന്ന് കാശ് കിട്ടും. അപ്പോൾ 2, 3 ഒന്ന് അതിന് ഈ യുപിയിലെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഫണ്ട് ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഡൊണേഷൻസ് ഉപയോഗിക്കാം, CSR ഫണ്ട് ഉപയോഗിക്കാം, സ്ഥാപനങ്ങളുടെ കമ്പനികളുടെയൊക്കെ ഫണ്ട് ഉപയോഗിക്കാം, കോർപ്പറേറ്റ് ഫണ്ട് ഉപയോഗിക്കാം. ഇതൊക്കെ തീരുമാനിച്ചു. അപ്പോൾ ഇതെല്ലാം തീരുമാനമായി കഴിഞ്ഞപ്പോൾ ആണ് അതിൻ്റെ തറക്കല്ലിടൽ. 2021 ജനുവരി 26, അതാണ് അടുത്ത തീരുമാനം. ജനുവരി 26 തറക്കല്ലിട്ടു. ഇന്ത്യയുടെ ഭരണകൂടം, ഇന്ത്യയുടെ ഒരു റിപ്പബ്ലിക് ഡേക്ക് ഇന്ത്യയിലെ ബഹുസ്വരത കാണിക്കുന്ന, ഇന്ത്യയുടെ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് എന്താ അത് ഞാൻ കണ്ടുവെന്ന് വെച്ചത് 2021 ജനുവരി 26 അവിടെ തറക്കല്ലിടുന്നത് എങ്ങനെയാണെന്നറിയോ? ഇങ്ങനെയാണ്, എന്താണ് പറയുക, ദേശീയ പതാക ഉയർത്തിയിട്ടാണ്. ഭാരത് മാതാ കി ജയ് മുദ്രാവാക്യം. ഞാൻ പറയുന്നത് അതൊരു മനോഹരമായ ചിത്രമായിരുന്നു. അതും നടന്നു. എന്നിട്ടോ 2021 നിന്നിപ്പോൾ 2021 ജനുവരിയിൽ നിന്ന് 2027 ജനുവരി ആകുമ്പോൾ കാലം എത്രയായി ആലോചിച്ച് നോക്കൂ. 27 വരാമ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ 5-6 കൊല്ലമായി. ഒരു ഇഞ്ച് നീങ്ങിയിട്ടില്ല. എന്താ അതിന്റെ കാരണം? 65, ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഈ 65 കോടി ഉറുപ്പ്യ ഉണ്ടാക്കണം പള്ളിക്ക്, ബാക്കി ആശുപത്രി എല്ലാം കൂടി ഒരു 300 കോടി രൂപ ഉണ്ടാക്കണം. 300 കോടി രൂപ ഉണ്ടാക്കാൻ ഞാൻ പറയുന്ന ഇന്ത്യൻ മുസൽമാന്, ഇനിയിപ്പോൾ മുസ്ലിങ്ങൾ മാത്രമല്ല എല്ലാവരും കൊടുക്കും. രാജ്യം കൊടുത്തതിന്റെ ബാക്കി ഈ 300 കോടിയിൽ നിന്ന് ഒരു 100 കോടി മുസ്ലിങ്ങൾ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചോ. എന്താ ബുദ്ധിമുട്ട്? ഇന്ത്യയിൽ ഒന്നും വേണ്ട. MA യൂസുഫ് അലി പോലുള്ള എത്ര മുസ്ലിങ്ങളുണ്ട് ഇന്ത്യയിൽ? ദാവൂദ് ഇബ്രാഹിമിനെ പോലുള്ള എത്ര ആൾക്കാരുണ്ട്? ഇവരിൽ നിന്നൊക്കെ ഒരു 100 കോടി ഇത് മൊത്തമായിട്ട് ഞാൻ തരാമെന്ന് പറയാൻ പറ്റുന്നവരാണ് ഇവരൊക്കെ. അവർക്ക് ആർക്കും ഇപ്പം ഇത് വേണ്ട, ഈ പള്ളി വേണ്ട. ഇന്ന് മനോരമ, ഇന്നിപ്പോ ഒരു വാർത്ത എന്താണെന്നറിയോ? നിവൃത്തിയില്ലാതെ ഇതിൻ്റെ കമ്മിറ്റി, ഈ ഇൻഡോ ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന കമ്മിറ്റി യോഗം ചേർന്നിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്, നമ്മുടെ പ്രോജക്റ്റ് ഒന്നും നടക്കുന്ന മട്ടില്ല, ആർക്കും യാതൊരു താല്പര്യവുമില്ല. ഇവിടുത്തെ ഓരോ ഗ്രാമങ്ങളിലെയും പള്ളിക്ക് കോടിക്കണക്കിന് രൂപ സംഭാവന ചെയ്യുന്ന ഷെയ്ഖുമാരുണ്ട്, അറബ് ഷെയ്ഖുമാരുണ്ട്. അറേബ്യയിൽ ഈ ഫൗണ്ടേഷന് പോയിട്ട് ഒരു ഫണ്ട് പിരിച്ചുവിടാൻ ഒന്നും ആലോചിച്ച് നോക്കൂ. അയോധ്യയിലെ ബാബരി മസ്ജിദിന് ഒരു തറക്കല്ലിട്ടിട്ട് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാത്ത സമയത്താണ് ഇന്ത്യയിലെ ഒരു തീവ്രവാദി പോയിട്ട് പശ്ചിമ ബംഗാളിൽ മുർഷിദാബാദിൽ ബാബരി മസ്ജിദ് അയോധ്യക്കാർക്ക് വേണ്ട, അയോധ്യയിൽ ഇനി വേണ്ടാന്ന് തീരുമാനിച്ച പള്ളി അവിടെ ഒരു ബാബരി മസ്ജിദ് ഉണ്ടാക്കാൻ ശ്രമിച്ചു. ആര്? ഒരു ഹുമയൂൺ കബീർ, ഓർമ്മയില്ലേ? തൃണമൂൽ കോൺഗ്രസിലെ ഒരു നേതാവ്
എന്നിട്ട് അയാളെ പുറത്താക്കി അവിടുന്ന്. ഞാൻ പറഞ്ഞത് ഇവർക്കൊക്കെ വേണമെങ്കിൽ ആത്മാർത്ഥമായിരുന്നു ബാബരി മസ്ജിദിന് വേണ്ടി നടന്ന കോലാഹലങ്ങളെങ്കിൽ ആ പള്ളി നിർമ്മിക്കാൻ താല്പര്യം കാണിക്കണ്ടേ? അതെ. ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് താല്പര്യമില്ല, പോട്ടെ. ഇതിനുവേണ്ടി ഏറ്റവും കൂടുതൽ കോലാഹലം ഉണ്ടാക്കിയ ഇന്ത്യയിലെ രാഷ്ട്രീയക്കാരായ മുസ്ലിം നേതാക്കന്മാർക്ക് താല്പര്യമുണ്ടോ? മുസ്ലിം സംഘടനകൾക്ക് താല്പര്യമുണ്ടോ? സലാഹുദ്ദീൻ ഒവൈസി, അക്ബറുദ്ദീൻ ഒവൈസി എന്ന് പറയുന്ന ഈ ഒവൈസിമാരുൾപ്പെടെ, മുസ്ലിം ലീഗ് ഉൾപ്പെടെ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് താല്പര്യമുണ്ടോ? ഇന്ത്യയിലെ വമ്പൻ ബിസിനസ്സുകാർക്ക് താല്പര്യമുണ്ടോ? കള്ളക്കടത്ത് രാജാക്കന്മാരുൾപ്പെടെയുള്ള മാഫിയ തലവന്മാർക്ക് താല്പര്യമുണ്ടോ? അറബ് രാജ്യങ്ങളിലെ സുൽത്താൻമാരോട് ചോദിച്ചാൽ വേണമെങ്കിൽ ഒരു സുൽത്താൻ വേണമെങ്കിൽ ഈ പള്ളി ഉണ്ടാക്കി തരും. എന്താ ചോദിക്കാത്തത്? അതിൻ്റെ അർത്ഥം കേവലം ജനങ്ങളെ വർഗീയമായി ഹാലിളക്കി വോട്ട് രാഷ്ട്രീയം കളിച്ചു എന്നതല്ലാതെ ആത്മാർത്ഥമായി ആ പള്ളി ഉണ്ടാക്കാൻ ഇന്ത്യയിലെ ഒരു മുസൽമാനും താല്പര്യമില്ല എന്ന് വേണം കരുതാൻ. അതിൻ്റെ ഉത്തരമാണ് ഇന്നത്തെ വാർത്ത. എന്താണെന്ന് വെച്ചാൽ പണം കിട്ടാത്തത് കൊണ്ട്, പണമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ആ പ്രോജക്റ്റ് വെട്ടിച്ചുരുക്കുന്നു. എന്ത്? ആശുപത്രി വേണ്ടാന്ന്, 500 പേർക്ക് ചികിത്സ കിട്ടുന്ന ആശുപത്രിയാണ്, അത് വേണ്ടാന്ന് വെക്കുന്നു. മ്യൂസിയം വേണ്ടാന്ന് വെക്കുന്നു. ലൈബ്രറി വേണ്ടാന്ന് വെക്കുന്നു. ഇനി ഞങ്ങളൊരു നിസ്കാരപ്പള്ളി ഉണ്ടാക്കാൻ പോകുന്നു. അവിടെ 60 പള്ളിയുള്ള അയോധ്യയിൽ ഇനി ഇവൻ്റെ വക ഒരു പള്ളി കൂടി വേണോ? അത് ഉണ്ടാക്കാൻ പോകുന്നു. പണം കിട്ടാനില്ല. എത്ര ദയനീയമാണ് ഈ മുസ്ലിം പൊളിറ്റിക്സ് ഉണ്ടല്ലോ. നരേന്ദ്രമോദിയുടെ കാലത്ത് മുസൽമാനെ ഉപദ്രവിക്കുന്നേ എന്ന് പറഞ്ഞ് കോലാഹലം കൂട്ടുന്ന ഈ ന്യൂനപക്ഷ വർഗീയ സംഘടനകളും അവരുടെ ജിഹാദ് എടുത്ത് പ്രയോഗിക്കുന്ന ഇടതുപക്ഷ സംഘടനകളും ഒക്കെ ഉണ്ടല്ലോ. എത്ര പേർക്ക് ആത്മാർത്ഥതയുണ്ട് ബാബരി മസ്ജിദിന്റെ കാര്യത്തിൽ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ബന്ദിപ്പൂരിൽ ഇപ്പോഴും പള്ളിയുടെ ഒരു തറക്കല്ലിൽ നിന്ന് മീതെ ഒരു കല്ല് പോലും വെക്കാൻ പറ്റാത്തത്? ഇത് ഉത്തരം പറയേണ്ട ഒരു ചോദ്യമാണ്. ഇത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഈ ന്യൂനപക്ഷ രാഷ്ട്രീയവും അത് ഉപയോഗിച്ച് വോട്ട് ബാങ്ക് കളിക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ ഒരു വലിയ പൊള്ളത്തരം. വേണ്ട, ഇത് വലിയ തോതിൽ പ്രയോഗിച്ചൊരു പാർട്ടിയല്ലേ ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, രാഹുൽ ഗാന്ധി. അവരെന്ത് നിലപാടെടുത്തു? മറുപടി പറയണ്ടേ? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതുകൊണ്ട് ഈ കപടമായ രാഷ്ട്രീയം കളിക്കുന്നത് മതത്തിൻ്റെ പേരിലായാലും ഏത് പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരിലായാലും അത് നോക്കി നിൽക്കെ പൊളിയുന്നത്, തകരുന്നത് നമ്മൾ കാണും. അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ ഒന്നാലോചിച്ച് നോക്കി. ഇപ്പോഴും മറ്റെന്തെല്ലാം പ്രശ്നം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ മുദ്രാവാക്യം വിളിക്കാൻ അയോധ്യ വേണമായിരുന്നു, ബാബരി മസ്ജിദ് വേണമായിരുന്നു, ഫൈസാബാദ് വേണമായിരുന്നു, പള്ളി വേണമായിരുന്നു. അതിൻ്റെ ആവശ്യം കഴിഞ്ഞു. ഇതൊന്നും ആത്മാർത്ഥമല്ല, കാപട്യത്തിൻ്റെ അങ്ങേയറ്റമായിരുന്നു ബാബരി മസ്ജിദ് പ്രക്ഷോഭം എന്ന് വേണം ഇപ്പോൾ നമ്മൾ വിശ്വസിക്കാൻ. മറിച്ചാണെങ്കിൽ അത് ഏറ്റെടുക്കേണ്ടത്, അതിന് മറുപടി പറയേണ്ടത് ഈ പറഞ്ഞ എല്ലാ കക്ഷികളുമാണ്. നമ്മളൊരു സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയില്ലേ, തൽപര കക്ഷികൾ മറുപടി പറയേണ്ട സന്ദർഭമാണ് ഈ വാർത്ത. ന്യായമായ ചോദ്യമാണ് സിനുജി ചോദിച്ചത്. എന്തു പറ്റി ബാബരി മസ്ജിദ്? ആർക്കും വേണ്ടേ ബാബരി മസ്ജിദ് എന്നല്ല ചോദ്യം. ഇത് ഇന്ത്യയുടെ ആത്മാവ് ചോദിക്കുന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം പറയട്ടെ ബന്ധപ്പെട്ട എല്ലാവരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.